ആഫ്രിക്കയിൽ വന്നപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കുതിര സഫാരിക്ക് പോകണമെന്ന്. പക്ഷെ നിങ്ങൾ ചോദിക്കുക ആഫ്രിക്കയായിട്ട് കുതിര സഫാരിക്ക് എന്തിനാ പോണത്, വല്ല നേച്ചർ പാർക്കിൽ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ കൂടെയെന്ന്. അതൊക്കെ നമ്മൾ എത്രയോ കണ്ടു. പക്ഷെ കുതിര സഫാരി പണ്ട് തൊട്ടേ വിചാരിക്കുന്നതാണ് പോകണമെന്നുള്ളത്. എന്തുകൊണ്ട് ഞാനിതുവരെ പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ കുതിര സഫാരി ചെയ്യാനായിട്ട് അഡ്വഞ്ചറൊക്കെ ചെയ്യാനായിട്ട് കേറി ചാടി ഇറങ്ങി പുറപ്പെട്ട് പോയപ്പോൾ പുള്ളിക്കാരി കുതിരയുടെ മണ്ടയിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. അപ്പൊ അതിനുശേഷം എനിക്കും ഭയങ്കര ഒരു പേടിയാണ്, അതായത് കുതിര സഫാരിക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത്. ഇപ്പോൾ നമ്മളുള്ള സ്ഥലം മെഗാലിസ്ബർഗ് ആണ്. മെഗാലിസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിലെ ഒരു അഡ്വഞ്ചർ ഹബ്ബാട്ടോ. മാത്രമല്ല ഒരുപാട് നല്ല ആഫ്രിക്കൻ ഫാംസും ഉണ്ട്. അപ്പോൾ കുറേ മൃഗങ്ങളും ചെടികളും പച്ചക്കറികളും നല്ല ബലൂൺ സഫാരിയൊക്കെ ചെയ്യാൻ പറ്റിയ എല്ലാ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെയും ഒരു നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ലാസ്റ്റ് 2 വീഡിയോയിലായിട്ട് നമ്മൾ ക്വാഡ് ബൈക്കിംഗ് ചെയ്തു, ഈ ഒരു ഫാമിൽ താമസിച്ചു, ഫാമൊക്കെ അടിപൊളിയായിരുന്നു, ബാർബിക്യൂ ചെയ്തു, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. അതൊക്കെ കഴിഞ്ഞ 2 വീഡിയോസിലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോളി ബ്രൂക്ക് എന്ന് പറഞ്ഞൊരു ഫാമിലിക്ക് വന്നിരിക്കുക. അയ്യോ പട്ടി പട്ടി ക്യൂട്ടാ, നല്ല കടി കിട്ടിയ സമാധാനാവും. അത് അവരാരും നോക്കാനൊന്നുമില്ല. രണ്ട് ഭീകരം പട്ടികൾ പുറത്തേക്കാണ് നിൽക്കുന്നുണ്ട്. ഹലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കടി കിട്ടും. വിചാരിച്ച പോലെ അല്ല കേട്ടോ, അവര് ഫ്രണ്ട്ലി ആണ്, അവരൊന്നും ചെയ്യില്ല, പാവങ്ങളാണ്. പിന്നെ വേറൊരു കൊച്ചു വന്നു, ഭയങ്കര പട്ടിപ്രാന്തുള്ള കൊച്ച്. അപ്പോൾ പിന്നെ അവർ രണ്ടാളും അങ്ങോട്ട് സെറ്റിൽ ആയിട്ടുണ്ട്. നമുക്ക് റിസപ്ഷൻ്റെ അടുത്തേക്ക് പോവാം. ഇമാരെ എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വരാണ്ടിരുന്നു മതി. എനിക്ക് പട്ടികളെ എനിക്കിഷ്ടമാണ്, പക്ഷെ ഭയങ്കരമായിട്ട് അടുത്ത് വലിയ പട്ടികൾ അടുത്ത് വന്നിരിക്കും കഥ മാറും. ഇവിടെ നല്ല ക്യൂട്ടാട്ടോ. ഇതിവിടെ ചെറിയൊരു കോഫി ഷോപ്പാണ്. എന്താ പഴയ ഇംഗ്ലീഷ് ചാം എന്ന് പറയില്ലേ, ആ സംഭവം. എവിടെയോ ഹോഴ്സ് റൈഡിങ്. നമ്മൾ ഹോഴ്സ് റൈഡിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റിയാലും ഒരു ഉത്തരവാദിയല്ല എന്നുള്ള ഫോമാട്ടാ. പക്ഷെ കുതിരയുടെ ലാടത്തുമ്മയാണ് പേന തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. ആരും ഇത് വലിച്ചു പറിച്ച് കൊണ്ടുപോകാണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഹോഴ്സ് റൈഡിങ്ങിന് പോകാൻ അരമണിക്കൂറിനായിട്ട് എടുത്തത്. ചന്ദ്രപ്പിക്ക് ആവശ്യമില്ലാത്ര 1 മണിക്കൂർ. ഞാൻ പറഞ്ഞു 1 മണിക്കൂറാവും, പക്ഷേ അതിന് നമുക്ക് ഡബിൾ കാശ് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരമണിക്കൂർ എടുക്കണം. മാത്രമല്ല ഇത് നമ്മുടെ ഫസ്റ്റ് ടൈമാണ്. ഇതുവരെ ഹോഴ്സിൻ്റെ മണ്ടയിൽ ഊട്ടിയിൽ വെച്ച് മാത്രമേ ഞാൻ കയറിയിട്ടുള്ളൂ. അപ്പോൾ ടുട്ടു പോലും ഉണ്ടായിട്ടില്ല. ബട്ട് നൗ ഇറ്റ്സ് ദ സെക്കൻഡ് ടൈം. ലെറ്റ്സ് സീ ഹോഴ്സ് ട്രെയിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഒരു ഹോഴ്സ് ഒരാൾക്ക് അങ്ങനെയാണ്. എൻ്റെ പേടി ഇതെങ്ങാനും ഓടുമെന്നാട്ടോ. നോക്കാം. ഇവിടുത്തെ കുതിരകൾ മുഴുവൻ ആണുങ്ങളാട്ടോ. അപ്പോൾ എല്ലാവരും ഡീസൻ്റാണ്. പക്ഷേ അവിടെ പെണ്ണുങ്ങളില്ല. പക്ഷേ ഈ ആശാനുണ്ടല്ലോ, ഇവന് ഇത്തിരി പെൺവിഷയത്തിൽ മോശമാണ്. അപ്പോൾ പെണ്ണുങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവനെ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ആണുങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് ഓക്കെ ആയിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. ചന്ദ്രപ്പ കുഞ്ഞു കുട്ടികളുടെ പോലെ സുഖമായിട്ട് കസേരയൊക്കെ ഇരുന്നിട്ട് ഒന്ന് ആട്ടിട്ട് പാവത്തിനെ. ഇത് നമ്മൾ മൊത്തം ബ്ലാക്ക് ആട്ടോ. ബ്ലാക്ക് ആർമിയാണ് ഇന്ന് എല്ലാവരും. ടുട്ടു ബ്ലാക്ക്, ചന്ദ്രപ്പിനെ കൊണ്ട് നമ്മൾ ബ്ലാക്ക് ഇടിച്ച്, ഞാനും ഫുൾ ഓൺ ബ്ലാക്ക്. കുഴപ്പം താൻ എനിക്ക് പിടിച്ച കളറ് പണി. അയ്യോ ദേ വേറൊരെണ്ണം വരുന്നു. അയ്യോ അതിനെ നെറ്റ തന്നെ എന്താ പറയാ, ഒരു വരയിട്ട വെച്ച പോലെ വലിയ കുതിരയിടാ. സത്യം പറഞ്ഞാൽ ഞാൻ കുതിരകളെയൊന്നും അധികം കണ്ടിട്ടില്ല. പിന്നെ ഒരു മുരടനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കേണ്ട ഒരു പരിപാടിയാണ് ഹോഴ്സ് റൈഡിങ് അല്ലെങ്കിൽ കുതിര സഫാരി. ഇതിനെ ഹോഴ്സ് ട്രെയിൽ എന്നും പറയും. നമ്മുടെ നാട്ടിൽ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ കുതിരയുടെ മുകളിൽ കയറി കുറച്ച് നേരം ഒരു റൗണ്ട് അടിക്കുന്ന പോലെയല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മണിക്കൂറുകൾ ഇതിന്റെ മുകളിലിരുന്ന് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിന് പോവാണ്. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു ഹോഴ്സിൽ പോകുകയാണ്. ടാങ്കോയും ഐഷുവും കൂടിയിട്ടൊരു റൈഡിന് പോകാൻ പോവുകയാണ്. ഹലോ ടാങ്കോ. നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. എനിക്ക് പേടിയായിട്ട് പാടില്ല മണ്ടേ കയറാനായിട്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 1/2 മണിക്കൂർ 1 മണിക്കൂർ വരെ നമുക്ക് ഈ കുതിരയുടെ മുകളിൽ റൈഡ് ചെയ്യാൻ പറ്റും.
നമ്മളിതിൻ്റെ മുകളിൽ കയറി ഗൈസ്. ഒരു പാടായിരുന്നു കേട്ടോ അതിൻ്റെ മണ്ട കയറല്. നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു ഹോഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കുതിരയുടെ മുകളിൽ നമ്മൾ കയറുന്നത്. ഒറ്റയ്ക്ക് ഈ കുതിരേനെ റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു. കാരണം കുതിര കൺട്രോൾ വിട്ടെങ്ങാനും ഓടി കായും കാലൊക്കെ ഒടിഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ടുട്ടൂനെ ഒറ്റയ്ക്ക് ഒരു കുതിരയുടെ മുകളിൽ കയറ്റാനും എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ള കുതിര തന്നെയാണ് തന്നത്. മാത്രമല്ല ഈ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് കുതിരേനെ എങ്ങനെ ഏത് ഡയറക്ഷനിലേക്ക് ഓടിക്കണം എന്നുള്ളതൊക്കെ ടുട്ടു കൃത്യമായിട്ട് ചെയ്ത് എനിക്കത് കാരണം നന്നായി എൻജോയ് ചെയ്ത് അത് മുകളിലിരുന്ന് അത് ഈ പോണ സ്ഥലം നല്ല കയറ്റവും ഇറക്കമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ഇതും. കൂടാണ്ട് സൈഡിൽ കൂടെ അരുവികളും അങ്ങനെ ഈ പുല്ല് പിടിച്ച ഏരിയയും. ഇപ്പോൾ ഡ്രൈ ആയത് ഈ കിടക്കുന്നത് വിൻ്റർ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ സ്ഥലമൊക്കെ നല്ല പച്ചപ്പുണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ ഈ ഹോഴ്സിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു അരമണിക്കൂറായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കട്ടാ. എനിക്ക് കിട്ടിയ ഹോഴ്സിൻ്റെ പേര് ടങ്കോ. അടിപൊളിയാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു സാഡിലുണ്ട് ആക്ച്വലി സ്പീക്കിംഗ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഓടിക്കാം. ഭയങ്കര ഒബീഡിയൻ്റ് ആയിട്ടാണ്. ഇത് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നായിരുന്നു എങ്ങനെ ഇതിന് എന്താണ് ഇത് പറഞ്ഞാൽ കേൾക്കാമെന്നും ഒക്കെ. ഇത് ആക്ച്വലി നല്ലൊരു കാട് പിടിച്ചൊരു ഏരിയ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇതിന് ഓരോ ഹോഴ്സിൻ്റെ പിന്നാലെയാണ് ഓരോ ഹോഴ്സ് പോവുക. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മളെ അവരൊരു ഫ്രണ്ടിലൊരാൾ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ റൈഡ് ചെയ്യും. പിന്നെ ബാക്കിൽ ഒരാളും ഉണ്ട് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ നമ്മളെ കുന്നും മല അങ്ങനെ കയറ്റം ഇറക്കം അങ്ങനത്തെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൂടെ മരങ്ങളുടെ ഇടയിൽ കൂടെ എവിടെയൊക്കെ ചെറിയൊരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടുട്ടും ഒരു പേടിയില്ലാണ്ട് ധൈര്യമായിട്ട് ഇരുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ കേട്ട ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഈവൻ ടുട്ടു ക്വാഡ് ബൈക്കിംഗ് ആണെങ്കിലും പൊളിയായിട്ട് ചെയ്തു സത്യം പറഞ്ഞു. സ്മൂത്ത് ആയിട്ടൊക്കെ അങ്ങ് പോവെങ്കിലും ചില സമയത്ത് കുതിരകൾക്ക് ആക്രാന്തം മൂത്ത് പുല്ല് തിന്നാൻ നിൽക്കും. ചന്ദ്രപ്പിയുടെ കുതിരയായിരുന്നു ഏറ്റവും അനുസരണ ഇല്ലാത്തത്. എന്ത് പറഞ്ഞാലും കേൾക്കണ്ടായിരുന്നില്ല, പുല്ലിൻ്റെ പിന്നാലെയായിരുന്നു. ചന്ദ്രപ്പിയുടെ പോലെ തന്നെയായിരുന്നു ഞാനും പറഞ്ഞു. കാരണം ഫുഡ് കണ്ട അപ്പം നിൽക്കും. ചന്ദ്രപ്പിക്ക് ആക്ച്വലി കിട്ടിയ ഹോഴ്സും ചന്ദ്രപ്പിയുടെ പോലെ തന്നെ വായിലെന്തേലൊക്കെ വേണം. ഒരു അപ്പോൾ നമ്മുടെ ഹോഴ്സ് റൈഡിങ് കഴിഞ്ഞു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ മഗാലിസ്ബർഗ് വരികയാണെന്ന് വെച്ചാൽ ഹോളിബ്രൂക്ക് ഫാമിൽ വന്നിട്ട് ഹോഴ്സ് റൈഡിങ് നല്ല ഒബീഡിയൻ്റ് ഹോഴ്സസ് ആണ്. നല്ല രീതിയിൽ എന്താ പറയുക ആ ഏരിയയും പോണ ഏരിയയും ഒക്കെ ഒരു വേറൊരു വൈബ് തന്നെയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ കുതിരസവാരിക്ക് ശേഷം നമ്മൾ പോയത് വാൻ ഗാലൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. നമ്മൾ താമസിച്ചിരുന്ന അക്കോമഡേഷനിലെ ഓണർ ഈ സ്ഥലത്ത് എന്തായാലും പോകണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. നമുക്ക് ലഞ്ച് ഇവിടുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് ചീസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ ഇത് കണ്ട ഇത് ആക്ച്വലി ചീസ് എങ്ങനെയാണ് അവർ ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ ഒരു ലുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓ നോക്ക ചീസ് ഉണ്ടോ. ചീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ മൊത്തം ചീസ് ഉണ്ടാക്കി വെച്ചു. എന്താ പലതരത്തിലുള്ള ചീസുകളുണ്ട് ഇവിടെ. ആക്ച്വലി ഒരു ചീസ് ടൂർ ഉണ്ടായിരുന്നു. അത് കാണുന്നുണ്ടോ. ഇതൊക്കെ ചീസ് കേട്ടോ. ആ കാണുന്ന ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചീസൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ടൂർ ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ മിസ് ചെയ്തു. 11 to 12 ആയിരുന്നു. പക്ഷേ പ്രശ്നമില്ല, ഇവിടെ നിന്ന് പുറത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ. നമ്മൾ ടെറസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ഇവിടെ ഭയങ്കര വെയിറ്റിംഗ് ടൈം. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇത് ഇവിടുത്തെ മെനു ആട്ടോ. ഫാദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ഡ്രോട്ട് ബിയർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്ത് മീൽ ഓർഡർ ചെയ്താലും. സ്ലോ റോസ്റ്റഡ് ലാം ഷാഗ് 185, served with tangy peanut sauce 99, 50 gram T-bone 165. ഇവിടുത്തെ ആൾക്കാരെ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാട്ടോ. ഇങ്ങനെ ഒരു അവധി ദിവസം വന്നിട്ട് ഇങ്ങനെ ഒരു നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് പോയിട്ട് നന്നായി ബിയർ അടിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഇറച്ചി കഴിക്കുക.
പിന്നെ പിള്ളേർ ഇവിടെ കിടന്ന് കളിച്ചോളും. പിന്നെ ഇങ്ങനത്തെ സ്ഥലമാണ് ഇവരുടെ മെയിൻ അഡ്ഡ ആക്ച്വലി. പെയിന്റ് ബോള്, ഗിനിക്കോഴി, വേറൊരു തരം കോഴി, ലോഡ് ഇങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറേ ഗ്രാസ് ഏരിയ ഉണ്ട്. അത് കൂടാണ്ട് നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനം ഉണ്ട് ഇവിടെ. അത് കാണാനായിട്ടാണ് നമ്മൾ പോണേ. ഇത് കണ്ടോ, ഇതാണ് അൽപ്പാക്ക. കണ്ടോ, ഇത് ഞങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഇതിനെന്താ ഇട്ടിട്ട് പറയാ? ലാമ അല്ലെങ്കിൽ അൽപ്പാക്ക, അതാണ് സാധനം. നമ്മൾ ചീസ് ആൻഡ് വൈൻ ടേസ്റ്റിംഗ് ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്കൊരു ചീസ് ബോർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ബിസ്ക്കറ്റ് എടുത്ത് 4 പൈസയൊക്കെ ഉണ്ട്. നമുക്ക് 3 വൈൻ കിട്ടിയിട്ടുണ്ട്. റോസ്, റെഡ് വൈന്, വൈറ്റ് വൈന്, പിന്നെ ചീസും ബിസ്ക്കറ്റും പകുതി നമ്മൾ തീർത്തു. സത്യം പറഞ്ഞു വൈൻ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം വിശന്ന് കൊടലുണ്ടല്ലോ, മാരക കരിയലാണ്. ആൽക്കഹോൾ ഡ്രിങ്കിങ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ആണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ കുടിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ കുടിക്കരുത്. അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ടുട്ടൂന് ബർഗർ വിത്ത് ചിപ്സ്. എനിക്ക് നല്ല ലാം ഷാക്ക് എന്ന് പറയും, ലാമ്പിന്റെ കാലാട്ടോ. അത് വിത്ത് സം സ്പ്രിംഗ് റോൾസ് ആൻഡ് സം എന്താ പറയാ ചന്ദ്രപ്പീടെ ചിക്കൻ, ഹെൽത്തി ഐറ്റം വിത്ത് പീനട്ട് സോസ്. ചോറുണ്ട്, കാർബും പ്രോട്ടീനും ഒക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ലാം ഷാക്കാണ് എന്താ പറയാ എൻ്റെ അമ്മച്ചി, പോളി ഐറ്റം. അപ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ പോവാ. എന്തായാലും ഈ ഫുഡ് അത്യാവശ്യത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്കാണെന്ന് വെച്ചാൽ വിശന്ന് കുടലി എറിഞ്ഞിട്ട് വയ്യ. ഇനി ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കി പറയാനായിട്ടുള്ള ആവതില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു നല്ലൊരു ഉഗ്രൻ കേക്ക് ഓർഡർ ചെയ്യാൻ പോകുന്നുണ്ട് അല്ലേ. പിന്നെ ഐസ്ക്രീം കിട്ടിയ ഐസ്ക്രീം കഴിക്കണം. അത് കിട്ടിയിട്ട് നമുക്ക് കാണിക്കാം. അയ്യോ എനിക്ക് വയ്യ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. ഇതാണ് നമ്മുടെ ലാം ഷാക്ക്. ലാമ്പിൻ്റെ കാലാണ് ഈ ഇരിക്കുന്നത്. വാവ്, നമുക്ക് കഴിക്കാം. വിശന്നിരിക്കുമ്പോണ്ടല്ലോ ഇതിനൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നൊരു ടേസ്റ്റ് ഉണ്ട് പൊന്നും. ഇത് വെജ് വേണ ചന്ദ്രപ്പ കഴിക്കുന്നത് എന്നിട്ട് ചീസാ രണ്ട് സാധനം. അതിൻ്റെ ഉള്ളിൽ ചീസ് ഉണ്ടാവും, മെൽറ്റ് ചെയ്ത് പോയതായിരിക്കും. ചന്ദ്രപ്പ എങ്ങനെയുണ്ട് സാധനം? ചിക്കനും ചോറും ചൈനീസ് റൈസ് പോലെ. അല്ല പീനട്ട് ചട്നി പക്ഷെ സ്വീറ്റ് ഫ്ലേവറാ. എൻ്റെ ലാം ഷാക്ക് ഉണ്ടല്ലോ, പോളിന്ന് പറഞ്ഞാൽ പോരാ. പിന്നെ ഈ പാസ്തൻ്റെ ഒപ്പം തന്നത് അത് നമുക്ക് സൈഡാക്കി വെക്കാൻ പ്രശ്നമില്ല. പക്ഷെ മീറ്റൊക്കെ ഇങ്ങനെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ പട്ടപ്പട്ടയെന്ന് അടർന്ന് വീണ ടൈപ്പിലുള്ള ഫുൾ കുക്കഡ്, എന്താ പറയാ, ഭയങ്കര അടിപൊളി കുക്കഡ് പീസാട്ടാ. ഈശ്വരാ, നൈസ് ഐറ്റം ആക്ച്വലി. എന്താ പറയാ, പൊളി ഐറ്റം. നിങ്ങൾ മിണ്ടാണ്ടിക്കോ. ഐസ്ക്രീം തിന്നാൻ സമ്മതിക്കില്ല. ഐസ്ക്രീം അല്ല, ഇത് നമ്മുടെ ചീസ് കേക്ക് ആടാ. കാണാൻ ഗ്ലാമറുണ്ട്. എന്നിട്ട് നോക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി സ്വീറ്റ് പേഴ്സൺസാണ് ആദ്യം സ്വീറ്റ് ടേസ്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെയുണ്ട്? ഭയങ്കര മധുരം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മളിനി വീട്ടിൽ പോകാൻ പോവാ. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ആ താമസിക്കുന്ന ഏരിയ തന്നെ കുറച്ച് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കുറച്ച് കൃഷി സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട് അവിടെ. ജസ്റ്റ് കുറച്ച് നടക്കാം. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോവാട്ടോ. നമ്മളിപ്പോൾ എന്തായാലും പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഭയങ്കര വയ്യാണ്ടായി അല്ലേ എന്നിട്ട് കുറേ നേരം എന്നോട് പറയണം വീട്ടിൽ പോവാം. എന്തായാലും ഇനിയിപ്പോൾ വയ്യ സത്യം പറഞ്ഞാൽ. പിന്നെ
ജാക്കറ്റ് ഇട്ട ചൂടും ജാക്കറ്റ് ഊരിയ തണുപ്പുമാണ് ഇപ്പൊ. ഓക്കെ